ഹായ് ഗായ്സ്, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് AKS മീഡിയയിലൂടെ കാണാൻ പോകുന്നത്. മെയ്യഴകൻ എന്നുള്ള മൂവി കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലേസാണ് സുദർശൻ ചേട്ടൻ്റെ പാരറ്റ് ഹൗസ്. അതെ, അപ്പോൾ അത് നമ്മുടെ ചെന്നൈയിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് എവിടെയാണ് എങ്ങനെയാണെന്നുള്ള ഒരു ഡീറ്റെയിൽസും എനിക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെയാണ് റാൻഡമായിട്ട് ഞാനൊരു ഇൻസ്റ്റഗ്രാം റീൽ കണ്ടത്. അപ്പോൾ തന്നെ ആ ഒരു ഡീറ്റെയിൽസ് വഴി അല്ലെങ്കിൽ അവിടെ കൊടുത്ത നമ്പർ വഴി ഞാൻ ആ സ്ലോട്ട് ബുക്ക് ചെയ്തു. പിറ്റേ ദിവസം ഞായറാഴ്ച ഞാൻ അവിടേക്ക് പോവുകയുണ്ടായി. അപ്പോൾ സുദർശൻ ചേട്ടൻ്റെ പാരറ്റ് ഹൗസിലെ എല്ലാ വിശേഷങ്ങളും അതേപോലെ തന്നെ അവിടെ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വിവരിച്ച് തന്നെ പറഞ്ഞു തരാനും വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സുദർശൻ ചേട്ടൻ്റെ പാരറ്റ് ഹൗസിലേക്ക് എന്നോടൊപ്പം നിങ്ങളും കൂടെ വരികയല്ലേ? സോ സിറ്റ് ആൻഡ് എൻജോയ്. ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ. നമ്മൾ ഇതേവരെ കാണാത്ത ഒരു അനുഭൂതിയാണ് സുദർശൻ ചേട്ടൻ്റെ പാരറ്റ് ഹൗസ്. ചെന്നൈ എഗ്മോറിനടുത്തുള്ള ചിന്താദ്രിപേട്ട് എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ സുദർശൻ ചേട്ടൻ്റെ ഈ ഒരു പാരറ്റ് ഹൗസ് വരുന്നത് കേട്ടോ. അപ്പോൾ എഗ്മോർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു മെട്രോയിലൊക്കെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഒന്നില്ലെങ്കിൽ ഓട്ടോ വിളിച്ച് പോവാം, റാപ്പിഡോ ഒക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചിന്താദ്രിപേട്ടിലേക്ക് ബസ്സസ് ഉണ്ട്. ടൈമിങ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, ബട്ട് ബസ്സസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വരുന്നതിന് മുന്നേ കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട് കേട്ടോ. അതായത് ഇവിടെ വരുന്നതിന് മുന്നേ നമ്മൾ പ്രയറായിട്ട് അവരോട് വിളിച്ച് പറഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അവർ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ലോട്ട് മാത്രമേ ഓരോ ദിവസം ഉള്ളൂ. പ്രത്യേകിച്ചും ഇത് നടക്കുന്നത് വൈകുന്നേരങ്ങളിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്കായിട്ടുള്ളൊരു സ്പേസ് അവരവിടെ എൻഷുർ ചെയ്യും. ആൻഡ് ഇവിടെ വന്നിട്ട് മടങ്ങിപ്പോകുന്നവരുടെ എണ്ണം കുറവാണ്. എങ്കിൽ കൂടിയും നിങ്ങൾ ആദ്യമേ വിളിച്ച് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ വരുമ്പോൾ നിങ്ങളധികം ഡാർക്കായിട്ടുള്ള ഡ്രസ്സസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, കാരണം അത് ഈ പാരറ്റ്സിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാമായിട്ടുള്ള വൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കറക്റ്റ് ആ ഒരു ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ, എനിക്കൊന്ന് 4:30 ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ 4:30 ആകുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരനുസരിച്ച് അവർ നിങ്ങളെ ഉള്ളിലേക്ക് കയറ്റി വിടും. ഓക്കെ, അപ്പം അതിനുശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് ഈ പാരറ്റ്സിനെ കാണിക്കാനായിട്ട് കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത്. അതിന് മുന്നേ ഈ വരുന്നവരെ തൻ്റെ അതിഥികളായിട്ടാണ് സുദർശൻ ചേട്ടൻ കാണുന്നത്. അപ്പോൾ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ച് ആതിഥ്യ മര്യാദയോടുകൂടെ തന്നെയാണ് അവരെ സൽക്കരിക്കുന്നത്. ഓക്കെ, വരുന്നവർക്ക് കുടിക്കാനുള്ള വെള്ളവും സുദർശൻ ചേട്ടൻ്റെ ചെറിയ ചെറിയ മാജിക് വിദ്യകളൊക്കെ കാണിച്ചു തരും കേട്ടോ. അത് പഠിപ്പിച്ചും തരും. അപ്പോൾ അതിനുശേഷം തത്തകൾക്കായിട്ടുള്ള ഫുഡും എല്ലാം ഒരുക്കിയതിന് ശേഷമാണ് നമ്മൾ ഓരോരുത്തരെയായിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആളുടെ ഈ മാജിക്ക് കോഡ് ഉപയോഗിച്ചിട്ടുള്ള കുറേ എന്താ പറയുക ട്രിക്സാണ് കേട്ടോ. അപ്പോൾ അത് പഠിച്ചെടുക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റും. പക്ഷേ ഞാൻ എത്ര കളിച്ചിട്ടും എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. കൂടെയുള്ള ആൾക്കാരൊക്കെ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് ആൾക്കാരൊക്കെ. അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ വേറെ ആൾ തരും. അപ്പോൾ ആ ഒരു ഫുഡ് അവിടെ റെഡിയാക്കുന്ന ആ ഒരു ടൈം മൊത്തം അവർ ഇങ്ങനെയാണ് വരുന്ന സന്ദർശകരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ടോട്ടലി ഇതൊരു ഫണ്ണായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്, നല്ല രസവുമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വന്ന സ്ലോട്ടിൽ കൂടുതലും മലയാളികളായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ മലയാളവും ആൾ കുറേ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ തമിഴ് ഭാഷയിൽ അയാൾ കുറേ മലയാളം പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടലി ഒരു ഫണ്ണായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ആൾ ചെയ്യുന്നത്. നല്ല രീതിയിൽ എൻഗേജ് ആക്കുന്നുണ്ട് ആൾക്കാരെ. അപ്പോൾ അങ്ങനെ കുറേ സമയം അവിടെ ഇങ്ങനെ ഫൺ ആക്ടിവിറ്റിയിൽ ഞങ്ങൾ എന്താ പറയുക എൻജോയ് ചെയ്തു. അതിനുശേഷം ഫൈനൽ നമ്മുടെ പാരറ്റ്സിനെ കാണാൻ വേണ്ടി ഞങ്ങൾ മുകളിലോട്ടേക്ക് പോയി. டேஸ்ட் பட்ஸ் அதிகம். நீங்களாம் பார்த்தீங்கன்னா எனக்கு ரிவ்யூ அதிகமாக இருக்காது. யாருக்கு ரிவ்யூ அதிகமாக போடுவீங்க கூகுளில்? ஆனந்த பவன், சங்கீதா ஹோட்டல். ஏன்னா நம்ம ருசி சாம்பார் அங்கிள் மேம். இப்போ குழந்தைங்களாம் நோய் நொடி இல்லாமல் வாழணும்னா ஏசியோடு வாழ்ந்தால் தான் உண்டு. ஏசியில் இருந்தால் கிட்னி வேலை பண்ணாது, லங்ஸ் வேலை பண்ணாது. சும்மா தான் ஏசி பல்ப்
நிறைய பேர் கேட்குறாங்க, இந்த ஆன்டினால இருக்கிறதுனால குழந்தை பிறக்க மாட்டேங்குது, இந்த சிட்டுக்குருவி இனம்லாம் அழியுதுன்னு சொல்கிறாங்க. அதெல்லாம் ஒரு விதமான கட்டுக்கதை தான். அந்த வேவ்ஸால் பாதிக்கப்படுறது நாம் தான். ஏன்னா செல்ஃபோன் ஆளுக்கு வச்சு நிற்கிறது நாம் தான். அதுவும் பேக்கெட்டில் வைக்கிறோம். வேவ்ஸ் பாதிக்கிறது நம்மளுக்கு தான். அதனால் இவங்கெல்லாம் இயற்கையோடு தான் வாங்குறாங்க. இவங்கெல்லாம் நல்லா தான் இருக்கிறாங்க. இதுமாரிலாம் பண்ணாதீங்க ப்ளீஸ். ஏதோ கொஞ்ச நேரம் இருந்துட்டு போயிடுறேன். அப்படி இப்படி புண்ணியத்துக்கோசம் பண்ணிட்டு இருக்கிறேன். பாவத்தை சேர்த்து விட்டுற போகிறீங்க. ஃபோட்டோ ஷூட் எடுக்கணும்னு வராங்க மாப்பிள்ளையும் பொண்ணியும். ஏதோ பாவம் ஃபோட்டோ காலம் சம்பாதிக்கிறேன். நான் ₹1 வாங்குறது இல்லை. நான் பணம் ஆசை யாருக்கே வாங்குறது இல்லை. இங்கே நிறையா சமீப காலமாக நிறையா செலிப்ரிட்டிஸ், சிரஞ்சீவி அவங்க அம்மா பர்த்டே, கலெக்டரு, சீஃப் ஜஸ்டிஸு, பிரசிடென்ட் பிஏ, இந்த பிரசிடென்ட் பிஏ எல்லாம் இண்டஸ்ட்ரியல் ஓனர்ஸு, ரமடா ஹோட்டல், 5 ஸ்டார் ரோடு எல்லா ஓனர்ஸும் இங்கே தான் வராங்க. அது வேற, அது நான் இல்லைன்னு சொல்கிறேன், தம்பின்னு சொல்கிறாங்க. நான் அவன் இல்லை அதெல்லாம் சொல்கிறாங்க. கிளைங்க வரும்போது யாரும் எந்திரிக்காதீங்க. அதுவும் ஃப்ரண்ட் ரோல உட்கார்ந்திருக்காங்க. சார் வந்துட்டாங்க குழந்தைங்க. அம்மா தயவு செய்து கொஞ்சம் சைலண்டா பாருங்க. சைலண்டா இருந்து பொறுக்கெல்லாம் பண்ணாதீங்க, கிளாப்லாம் பண்ணாதீங்க, ஒன்று கத்தாதீங்க. இது பாருங்க, அமைதியா பாக்குறீங்களா? ஒவ்வொரு விஷயத்தையும் கண்ணால பாருங்க. ரிங் இருக்கிறது ஆம்பளை, தாடி இருக்கிறது ஆம்பளை, ரிங் இல்லாத பொம்பளை. ஷவுட்டிங் பேர்ட்ஸ் ஆர் பேபிஸ். இவங்க ஆயுட்காலம் கொஞ்ச நேரம் கௌதம் கொஞ்சம் நான் இன்ட்டு தரேன். ஐயோ என்னம்மா யாரும் இல்லைம்மா, அவங்க போயிட்டாங்கன்னா வரமாட்டாங்கம்மா. இந்த புறாக்கள் போய் பீச்சில் கப்புத்தர் வாழான்னு NGOs சாப்பாடு போடுறாங்க. அவங்க காத்தால போட்டுறாங்க. பறவைங்களாம் இருவேளை உணவு அருந்தும். காத்தால NGOs கிட்ட சாப்பிட்டுறாங்க. சாயந்தரம் இந்த கிட்ட வந்துடுறாங்க. 15 பண்ணி தான் எனக்கு போடுறேன். அவங்களாம் அப்படி இல்லை. படே சேக், வட்டி மேலே வட்டி, வீடு மேலே வீடு. என்னையும் வந்து திட்டு போகிறாங்க. இத்தனா படா மகான் ठीक कैसे है, तुम दीवाना है. कौन है यार मैं करते हैं நீங்க இல்லாது ஜெயில் பாருங்க. அவங்க உங்களை தேடி வந்திருக்காங்க. நீங்க தான் அவங்க மரியாதை கொடுத்து அழகா பாருங்க. கண் என்ற கண்ணாடியில மனசு என்ற இதுல பதிய வைங்க. அழகா இருக்கும். இது பாருங்க. கை மட்டும் காட்டாதம்மா, கை காட்டாம நிதானமா பாருங்கம்மா. அம்மா நீங்களும் பல்லு காட்டாதீங்க. இது ஆஃப் சீசன். பறவைங்க என்ன பண்ணுவாங்க, இது ட்ராவலிங் கம்மி பண்ணிப்பாங்க. அவங்களுக்கு ஏசி காரு, மெட்ரோ ட்ரெயின்லாம் இல்லை. இதெல்லாம் நம்மளுக்கு தான். தண்ணியிலே எத்தனை விதமான தண்ணி சாப்பிட்றோம் நம்ம. டின்லே எல்லா விதமான தண்ணி சாப்பிட்றோம் இல்லைங்களா? நம்மளுக்கு நாம் என்ன அவங்களுக்கு கொடுக்குறோம்? அவங்களுக்கு என்ன தண்ணி கொடுக்குறோம்? அடுத்த பிறகு நம்ம அது மாதிரி தான் எடுக்க போகிறோம். பூவம் ஃபாரினர்ஸ் வந்து கேட்குறாங்க, இந்த தண்ணி என்ன தண்ணி, வரும்போதே சென்ட்டு வாசனை அடிக்குதுன்னு கேட்குறாங்க. சர்வ தீர்த்தம்னு சொல்கிறோம். இதில் குளிச்சிங்கன்னா இந்த மாதிரி டைல்ஸ்லாம் கழுவுற மாதிரி வெள்ளையாயிடலாம். போனால் எடுத்துகிட்டு போங்க. சார்லி, ப்ரூட்டு எல்லாமே அதில் கலந்து வந்துட்டாங்க குழந்தைங்க. பசி வந்துடுச்சு. இதுமாரிலாம் கற்றுனா பான்னு போயிடுவாங்கம்மா. பயந்து ஹியூமன்ஸை பார்த்தா பயம் அவங்களுக்கு. ஏன்னா இவங்கெல்லாம் கண்ணில் அடிப்பாங்க. நாய்ஸ் பொல்யூஷன் ஆகாது பறவைங்களுக்கு. இந்த தீபாவளி வெடியில் நிறைய பறவைங்க இறந்துருவாங்க. ஆமாம், தீபாவளி பறவையில் நிறைய பறவை இறந்துருவாங்க. அதேமாதிரி நூல், காத்தாடி நூல், ஏன்னா அவங்களுக்கு ஃப்ரீக்வன்சி அதிகம். அதேமாதிரி லங்ஸு ரொம்ப ஃபில்டர், சின்ன லங்ஸு
1000-ഓളം തത്തകളാണ് ഓരോ ദിവസവും ഇവിടെ വരുന്നത്. ഇവിടെ വരുന്ന സന്ദർശകരിൽ നിന്നും 1 രൂപ പോലും ഈടാക്കാതെയാണ് സുദർശൻ ചേട്ടൻ ഈ ഒരു പ്രവൃത്തി തുടരുന്നത്. ഇതിൽ തികച്ചും പക്ഷിസ്നേഹം മാത്രം. മനുഷ്യൻ്റെ കടന്നുകയറ്റം മൂലം പക്ഷികൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഒരു വേദനയോടെ സുദർശൻ ചേട്ടൻ ഈ ഒരു പരിപാടിയിൽ പറയുന്നുണ്ട്. അത് അല്പമെങ്കിലും നമ്മളിൽ സഹജീവികളോടുള്ള സ്നേഹത്തെ ഉണർത്താൻ കാരണമാകും എന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ഇവിടെ വരുന്നവരോട് അദ്ദേഹം ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, തങ്ങൾക്ക് വേണ്ടി റിവ്യൂ നൽകണമെന്ന് മാത്രം. തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെയും പല ഭാഗത്തു നിന്നും സന്ദർശകർ ഇവിടെ എത്താറുണ്ട്. നിങ്ങൾ ചെന്നൈയിലുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരിടം തന്നെയാണ് സുദർശൻ ചേട്ടൻ്റെ ഈ ഒരു പാരറ്റ് ഹൗസ്. കാരണം ഇത് മനുഷ്യനെയും സഹജീവികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ത്രെഡായിട്ട് എനിക്ക് തോന്നുന്നു. ചെന്നൈയിലെ കുറച്ച് ചെറിയ വിശേഷങ്ങൾ മാത്രമേ ഞാനിവിടെ പങ്കുവച്ചിട്ടുള്ളൂ. ഇനിയും നല്ല നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം. അതുവരേക്കും ദിസ് ഈസ് അക്ഷയ് സുരേഷ് ഫ്രം AKS Media. താങ്ക് യു.